കുറച്ച് വിചിത്രമായിട്ടാണ് നടക്കുന്നത്. യുദ്ധം തോക്കുമ്പോൾ സ്ഥാനക്കയറ്റം നൽകും. അങ്ങനെ മുനീർ അടക്കമുള്ള ആളുകളെ ഇരുത്തിക്കൊണ്ട് പാകിസ്ഥാൻ്റെ അപൂർവ സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്നായ അസർബൈജാനിൽ വെച്ചാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അംഗീകരിക്കാത്ത നമ്മുടെ നാട്ടിലെ ഏക വ്യക്തി എന്ന് പറഞ്ഞുകൂടാ, ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. വലിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്. എ.ഒ. ഹ്യൂം സ്ഥാപിച്ചതാണ്. പിന്നീട് എത്ര മഹാന്മാർ, ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ, മഹാത്മാഗാന്ധി, ലാലാ ലജപത് റായ്, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ ദേശാഭിമാനികൾ നയിച്ച പാർട്ടിയാണ്, പ്രസ്ഥാനമാണ്. ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ ചില നേതാക്കന്മാർ, അതിൽ തന്നെ പരമോന്നത നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അത് വിശ്വസിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ വമ്പിച്ച പരാജയമായിരുന്നു എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹം നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടമായി, ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാന് മുൻകൂട്ടി അറിയിച്ചിട്ടല്ലേ ആക്രമണം നടത്തിയത്. അതിൻ്റെ ഫലം എന്തായിരുന്നു? എത്ര സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു, എത്ര വെടിയുണ്ട പാഴായി, എത്ര പാറ്റൻ ടാങ്കിന് കേടുപറ്റിയെന്നൊക്കെയാണ് പുള്ളി വിവരാവകാശ നിയമം അനുസരിച്ച് ദിവസം തോറും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു, അദ്ദേഹത്തിന് മിക്കവാറും പാകിസ്ഥാൻ്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ-എ പാകിസ്ഥാൻ അഥവാ പാകിസ്ഥാൻ്റെ പ്രതീകം എന്ന പദവി നൽകാൻ സാധ്യതയുണ്ട് എന്ന്. അത് പാകിസ്ഥാൻകാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, മിക്കവാറും കൊടുക്കും. അദ്ദേഹത്തിന് പിന്നെ ബുദ്ധി കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമുക്ക് വിചാരിക്കാം. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോഴും പുള്ളി ഇതുപോലുള്ള സംശയങ്ങൾ ചോദിച്ചു. അന്നാണ് പുള്ളി ആദ്യമായിട്ട് തെളിവ് ചോദിച്ചത്. ഇത്തവണ പുള്ളി ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ സൈന്യം തെളിവ് കൊടുത്തു. പക്ഷേ തെളിവ് കിട്ടിയാലും പുള്ളി വിശ്വസിക്കില്ല. പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി പറഞ്ഞാലും പുള്ളി വിശ്വസിക്കില്ല. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞാലും മൂപ്പിലാന് വിശ്വാസമില്ല. അത് പോട്ടെ നോക്കാം. പുള്ളിക്ക് പൊതുവെ അങ്ങനെ സംശയരോഗമുള്ള ആളാണ്. ഈ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മല്ലികാർജുൻ ഖാർഗെ എന്നാണ്. ഒരുപാട് കാലം പാർലമെൻറ്റ് അംഗമായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, മറ്റ് പല പദവികളും വഹിച്ചിട്ടുള്ളതാണ്. കർണാടക രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പുള്ളി ഇപ്പോഴും പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ വെറും തട്ടിക്കൂട്ട് പ്രസ്ഥാനമായിരുന്നു. യഥാർത്ഥത്തിൽ അത് വലിയ പരാജയമായിരുന്നു. ഇന്ത്യൻ സൈന്യം തലകുലിച്ചതാണ്. ഇന്ത്യ ഗവൺമെൻറ് വമ്പിച്ച പരാജയമാണ് നേരിട്ടത് എന്ന് നമ്മളിപ്പോഴും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരാണ്? ഈ മല്ലികാർജുൻ ഖാർഗെയാണ്. അതേസമയത്ത് കോൺഗ്രസിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും അത് ബോധ്യമായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.